അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനിയൻ പോണത് ഞാൻ ഫ്രണ്ടിൽ തന്നെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവ അവിടെ എത്തി. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ അവ അവിടെ എത്തിയിട്ട് അവിടെ ഒരു 7 മണി, അവിടുത്തെ സമയം 7 മണിയൊക്കെ ആകുമ്പോൾ ഷാർജയ്ക്കാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ എത്തി. പിന്നെ അവിടുന്ന് അവൻ്റെ റൂമിലത്തെ ഒരു പയ്യൻ വന്നിട്ട് കാറിൽ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അവൻ ജോലിക്കൊക്കെ കയറി, കമ്പനി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വലിയ ഉഷാറൊന്നും ഇല്ല, ഒരു സുഖമില്ല കേട്ടോ. അവൻ്റെ വണ്ടിയും പിന്നെ അവൻ്റെ ഓരോ ഷർട്ടും പാൻറ്റൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഇടങ്ങേറ്. ഇവിടെ നിൽക്കുമ്പോൾ, വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറ് തന്നെയായിരുന്നു കേട്ടോ. മക്കളൊക്കെ ഉറങ്ങാണ്. രാവിലെ ഉമ്മ അവിടെ കടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നെയ്ച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമോളെ നമുക്ക് സ്കൂളിൽ പറഞ്ഞേക്കല്ലേ. അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാ. അപ്പം അവൻ്റെ ബുള്ളറ്റ് അങ്ങോട്ട് കണ്ടപ്പോൾ സഹിക്കണില്ല കേട്ടോ. ഇവനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ടാണ്, ബുള്ളറ്റിന് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഫോണ് കാണുമ്പോൾ, ബുള്ളറ്റ് ഇങ്ങനെ ഫോൺ കാണുമ്പോൾ അവൻ്റെ ഓർമ്മയൊക്കെ വരികയാണ്. വണ്ടി പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ വിഷമാവുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു കേട്ടോ, വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വോയിസ് കൊടുക്കുന്നത് വിരിപ്പാക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. ഷമ്മിയും പോവും, എല്ലാവരും പോവും. പിന്നെ ഉപ്പയും തനിച്ചാണ്. ഉമ്മക്ക് വെച്ചെങ്കിൽ ഭയങ്കര വിഷമാട്ടാ. ഉപ്പാക്ക് പിന്നെ റോട്ടിക്കൊക്കെ പോവുക, കടയിലേക്കൊക്കെ പോവുക ഒക്കെ ചെയ്യാം. ഉമ്മയാണ് ഇതിൻ്റെ ഉള്ളിൽ. അവനാച്ചെങ്കിൽ ഉമ്മയുടെ പിന്നെ ഒന്നും പോവില്ല, എപ്പോഴും ഉമ്മയുടെ അടുത്തുണ്ടാവും. അപ്പോൾ ഭയങ്കര ഇടങ്ങേറാണ് ഉമ്മാക്ക് കിട്ടുക. നമുക്ക് നിൽക്കാനും പറ്റില്ലല്ലോ, അതാണ്. അപ്പോൾ കോഴിക്കൂട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അവൻ പോണതിൻ്റെ തലേന്നാണ് ഉണ്ടാക്കൽ തുടങ്ങിയത്. അപ്പോൾ ഉമ്മാക്ക് കോഴീനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമല്ലോ. അപ്പോൾ കോഴിക്കോട് പണി ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. നാളത്തോണ്ടാണ് പണി അവസാനിക്കും തോന്നുന്നുണ്ട്. ഉമ്മ ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് നല്ല പല്ലുവേദന ഉണ്ടായി. പല്ലുമ്മ നോക്കി നീരിറങ്ങിയിട്ട് ഭയങ്കര പല്ലുവേദന ഇരുന്നു. അവൻ പോണതിൻ്റെ തലേന്ന് വന്നൊക്കെ ഭയങ്കര പല്ലുവേദന തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വിഷമവും ഒക്കെ കൂടിയിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഉമ്മ ആകെ ഇതായിട്ടോ. ഇപ്പം ശരിയായിട്ടൊന്നും ഇല്ല, ശരിയായി വരുന്നുള്ളൂ. ഒരാഴ്ച പിടിക്കുക എന്തായാലും. അവനവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൻ ആ കമ്പനിയിലൊക്കെ കയറി തിരക്കും കാര്യങ്ങളും. പിന്നെ അവൻ്റെ റൂമിലെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവനവിടെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കാണ് ഇടങ്ങേറ്. അവൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോഴേ, ബൈക്കും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറ്. ഇനി ഒരാഴ്ച പിടിക്കും. അങ്ങനെ അമ്മ പുട്ടുണ്ടാക്കുന്നുണ്ട്. പുട്ടും പഴവും പപ്പടും കോഴിമുട്ട പുഴുങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞോളൊന്നും ഉഷാറായിട്ട് വരുന്നുള്ളൂ കേട്ടോ. കുഞ്ഞോള് എന്താ പറയുക, വയറ്റുന്ന പോക്ക് അങ്ങോട്ട് നിൽക്കണില്ല. പനിയൊക്കെ മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ വയറിൽ ഇൻഫെക്ഷൻ അയക്കാത്ര. കുട്ടികൾക്ക് എല്ലാ പിള്ളേർക്കും ഉണ്ട് കേട്ടോ. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് ചെന്നാൽ അപ്പോഴും പിള്ളേർ തന്നെയാണ്. വലിയവരും ഉണ്ട്. പിള്ളേരെ കാണുമ്പോൾ സഹിക്കണില്ല, അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് മക്കളെ. അപ്പം മക്കളെന്നൊക്കെ ശ്രദ്ധിക്കുക. എന്താ പറയുക, മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ കൈയൊക്കെ കഴുകിയിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മണ്ണിൽ കളിച്ചൊക്കെ ചെയ്തേ. പിന്നെ കൈയൊന്നും കഴുകാണ്ട് പോയി അതൊക്കെ എടുത്ത് തിന്നു. അതാണ് പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ പുറത്തേക്ക് അങ്ങനെ ഇറക്കണില്ല. ഇപ്പോൾ ഹാൻഡ് വാഷൊക്കെ മേടിച്ച് എപ്പോഴും കൈ കഴുകിയിട്ടും പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ തൊട്ടപ്പോൾ കൈ കഴുകി കൊടുക്കലൊക്കെയാണ്. മക്കളെ നന്നായി ശ്രദ്ധിക്കുക എല്ലാ മാതാപിതാക്കളും. അങ്ങനെ പോത്തോളം അവിടെ ഇടികൂടുകയായിരുന്നേ. ഇപ്പോൾ പുല്ല് വന്നിട്ടില്ല. പുല്ല് ഇട്ട് കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടികൂടുക. വിശന്നിട്ട് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടാ. അങ്ങനെ ഇപ്പോൾ പുല്ലിന് വന്ന പോത്തുകൾക്കൊക്കെ പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ കുഞ്ഞോളെ കൊണ്ട് ആയുർവേദ ആശുപത്രിക്ക് ഒന്ന് കൊണ്ടുപോയി. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. ഉപ്പാടെ വക ഒരു ഇപ്പം പറയുക ഞാൻ കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കൊണ്ട് കാട്ടി കൊണ്ടിട്ട വൈദ്യരനെ. അങ്ങനെ എന്താ പറയുക, അതൊക്കെ കൊടുത്തപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഒരു 9 മണിയാകുമ്പോൾ പോയിട്ട് ഗുളികയൊക്കെ മേടിച്ചു തന്നു. അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ കുറേ ആശ്വാസമായിട്ടോ കുട്ടിക്ക്. വയറ് പിന്നെ അങ്ങനെ വയറ്റുന്നൊന്നും അങ്ങനെ പോകണില്ല. വയറുവേദനയൊക്കെ ഒന്ന് കുറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ കൊടുത്തപ്പോൾ നല്ല ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ പോവാൻ നിൽക്കട്ടെ. ഉമ്മ അത് മീൻകാരൻ മോനിക്ക് ഉണ്ടായിരുന്നു. അവിടേക്ക് മീൻ കൊണ്ടുവരുന്ന ആൾ മോനിക്ക് എന്നിട്ട്. അപ്പോൾ ആളേക്കൊന്ന് മീനൊക്കെ മേടിച്ചിട്ട് ചാളയാണ് മേടിച്ചേക്കുന്നത്. നമ്മുടെ തേക്കിൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട്, പണ്ടൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാനേ, ആ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാ കൊടുത്തേക്കണം. അപ്പോൾ അവരൊക്കെ ഇതാ ടാറ്റ തരുന്നുണ്ട്. ഷംന അതുപോലെ ഉച്ചയാകുമ്പോൾ പോയിട്ടാ അസിക്ക് ഒഴിവനുസരിച്ച് വന്നിട്ട് അവൻ കൊണ്ടുപോയി. അങ്ങനെ എവിടെ എത്തി, വിരിപ്പാക്ക് എത്തിയിട്ടാ. പറഞ്ഞ് വീട്ടിലെത്തി. വാതിലൊക്കെ തുറക്കാണ്. ഇനി പൈസീനും സ്കൂളിൽ പറഞ്ഞേക്കണം. ഇവിടെ ഇരുന്നിട്ട് ഇപ്പം എന്താ കാര്യം, 2 ദിവസത്തെ സ്കൂളൊക്കെ പോവില്ലേ. അപ്പോൾ അവനോട് പോയിക്കോളാൻ വേണ്ട. അവന് ഉഷാറൊന്നും ഇല്ലേ പോവാൻ. കറി തന്നെയായിരുന്നു പോകുമ്പോൾ.
അങ്ങനെ നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു പീരീഡ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടാക്കിയിട്ട് ഇവിടെ അടുത്തല്ലേ, മണലത്ര സ്കൂളല്ലേ, ഇവിടെ അടുത്തായ കാരണം കൊണ്ടാക്കാൻ പറ്റിയിട്ടാണ്. അങ്ങനെ അവനൊരു യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര മടിയുണ്ട് ഇട്ടാ, കരയാണ് പോകുമ്പോൾ, മുഖമൊന്നും വലിയ ഉഷാറില്ല, കാണുമ്പോൾ ഇടങ്ങാറൊക്കെ ഉണ്ട്. അന്നാന്ന് പോയാലാണ് വല്ലതും കിട്ടുള്ളൂ, ഇവിടെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല. സ്കൂളിൽ പോയി പഠിക്കണതിൻ്റെ ഇത് കുടുംബത്തിൽ ഇരുന്നാൽ കിട്ടില്ല കേട്ടോ, അതാണ് പറഞ്ഞേക്കണത്. അങ്ങനെ ഇനി ചോറ് വയ്ക്കണം, കൂട്ടാൻ വയ്ക്കണം. മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ ചാള മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് നന്നാക്കി കൂട്ടാൻ വയ്ക്കണം, ചോറ് വയ്ക്കണം, കുറേ പണികളൊക്കെ ഉണ്ട്. അങ്ങനെ കുഞ്ഞോളെ ഉഷാറായിട്ട് പറഞ്ഞേക്കാച്ചിട്ടാണ്, ഒന്നുകൂടി ഉഷാറാവട്ടെ, ഇതൊക്കെ മാറിയിട്ട് വേണം നല്ലൊരു ഡോക്ടറെ കാട്ടിയിട്ട് പെട്ടെന്ന് അസുഖം അവൾക്ക് കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവളെ പ്രസവിച്ചപ്പോൾ തന്നെ തൂക്കം കുറവായിരുന്നു, അത് കാരണം പ്രതിരോധ ശക്തി കുറവ് അവൾക്ക്. അത് കാരണം പെട്ടെന്ന് അസുഖങ്ങളൊക്കെ കുട്ടിക്ക് പെട്ടെന്ന് അവൾക്ക് വരും, പനി ആയാലും എന്തായാലും അവൾക്ക് പെട്ടെന്ന് വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ അവൻ എന്താ പോണു, കരയിന് കണ്ടില്ല നിങ്ങൾ, കരഞ്ഞിട്ടാ പോണത്. എന്തായാലും വേണ്ടില്ല, ഒരു ലേശം നേരെ കരച്ചിലൊക്കെ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവൂട്ടാ. അങ്ങനെ അവൻ പോയി. ഞാൻ ചോറിന് വെള്ളം വെച്ചു, കുടിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റൊഴിക്കലൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അകുമ്മറൊക്കെ അടിച്ചു കയറി, നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാറ്റൊക്കെ വീശിയിട്ട്. അങ്ങനെ വോയിസിൽ കൂടെ നല്ല ബഹളങ്ങൾക്ക് കേൾക്കാട്ടോ. മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല, അവിടെ നല്ല കളിയാണ്. അപ്പോൾ അവൻ വന്നപ്പോൾ അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ പപ്പടവും ഒക്കെ ഒന്ന് പൊരിച്ചിട്ട് പാത്രത്തിലാക്കി കൊടുത്തതാണ്. ഓയിലും ചീഞ്ചട്ടിയൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സുഡു ഞാൻ വന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടമുളക്, ഇതെന്താ സംഭവം എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം വെച്ചെങ്കിൽ, മുളക് മേടിച്ചിട്ട് മോരിലിട്ടിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ കൊണ്ടാട്ടമുളക് പൊരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ചിലരോടൊന്നും ഇല്ല തോന്നുന്നുണ്ടല്ലേ, എനിക്കറിയില്ല കേട്ടോ. ഉപ്പ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് വർത്താനം പറയാണ്. അപ്പോൾ ഞാൻ ഉപ്പാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അത് അറിയാത്തവരുണ്ട്, കൊണ്ടാട്ടമുളക് എന്താ സംഭവം അറിയാത്തവരുണ്ട് കേട്ടോ. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് മുളക് മോരിലിടുന്നത്, ഇതെന്താ സംഭവം, ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ട്, നമുക്ക് പാക്കറ്റിലൊക്കെ ഇങ്ങനെ കടയിലൊക്കെ മേടിക്കാനൊക്കെ കിട്ടും. അതൊന്നും വലിയ ഇതില്ല, അത് ചിലർക്ക് വയറിനൊന്നും പറ്റാത്ത തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇക്കുള്ള കാരണം വെയിലത്തൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ അക്കാടെ വിളിച്ച് പറയുക, മുളകൊന്ന് വെയിലത്തിടുന്നൊക്കെ പറഞ്ഞ് ഇക്ക അവിടെ കൊണ്ട് വെയിലത്ത് വെക്കും കേട്ടോ. ഇക്കാക്ക് അങ്ങനെ അറിയൊന്നുമില്ല. എന്നിട്ട് ഇക്കാടെ ഉമ്മയാണ് ചാക്കിലൊക്കെ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും 4 വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പറക്കാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ മഴയൊക്കെ ശ്രദ്ധിക്കുന്നത് ഉപ്പയാണ് കേട്ടോ, എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തരുന്നതൊക്കെ ഉപ്പ തന്നെയാണ്. അപ്പുറത്ത് ഉപ്പയുമുള്ള കാരണം അവരതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇക്കാടെ നിലത്തെ തുണി മുണ്ടും പാൻറ്റും ഷർട്ടൊക്കെ തന്നെ തിരുമ്പിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ നന്നാക്കലും കൂട്ടാൻ ഇതാ അടുപ്പത്ത് മീൻ പൊരിക്കലൊക്കെ ആയിട്ടുണ്ട്. വിശന്നിട്ട് ഇട്ടൊക്കെ അവിടെ ഇരിക്കണത്. സമയം ചോറിന് അരി ഇടുമ്പോൾ നേരം കുറേ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വേവണ അരിയാണ്, കുത്തരിയാണ്, എന്നാലും ഇത്തിരി വേവ് കുറഞ്ഞ് പോയിട്ടാണ്, വെന്തിട്ടില്ല അധികം. ക്ഷമയില്ല, വിശന്നിട്ട് ഇരിക്കുന്നത്. 1 മണി 1:30 ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേഗം ഊറ്റി, ചോറ് അങ്ങോട്ട് ഊറ്റി, ബാക്കി ചോറും കൂടി ഉണ്ടാവും, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കട്ടെ. ഇനി നാളെ നമുക്ക് തിളപ്പിച്ച് ചോറ് വയ്ക്കുമ്പോൾ അതിൽ കൂടെ ഇടാച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അങ്ങനെ കുഞ്ഞോട് ഇന്നാണ് ഇപ്പം ഒന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചേക്കുന്നത്. തീരെ ചോറ് കഴിക്കണില്ല കേട്ടോ. പത്തിരി, ദോശ അങ്ങനത്തെ ഒക്കെ സംഭവം കഴിക്കണുള്ളൂ. അങ്ങനെ ഇന്നാണ് കുട്ടി കുറച്ച് ചോറ് തന്നേക്കണം. അപ്പോൾ ഒന്ന് ശരിയായപ്പോൾ എൻ്റെ ഉപ്പ കൊണ്ടുപോയിട്ട് കാട്ടി ആയുർവേദമൊക്കെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് സെറ്റായപ്പോൾ ഇന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചു. സന്തോഷമായിട്ടാണ്. ഒരു ചോറ് തിന്നാണ്ട് ഭയങ്കര ഇടങ്ങ തന്നെയായിരുന്നു. അങ്ങനെ ഇനി ആൾ പറഞ്ഞിട്ടുണ്ട് ഇറച്ചിയൊന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം ദോശയും ഇഡ്ഡലിയൊക്കെ ആയിക്കോട്ടെ പറഞ്ഞപ്പോൾ അങ്ങനെ ദോശയ്ക്കുള്ളതായിട്ട് ഞാൻ അരി ഇട്ടേക്കണത്. അങ്ങനെ ഇതെന്താ വെച്ചെങ്കിൽ നമുക്ക് അക്കിക്കറുത്ത ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു കുട്ടിയുടെ മുടി കളഞ്ഞപ്പോൾ നമുക്കൊരു പങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞോൾക്ക് കൊടുക്കില്ല, കുഞ്ഞോളോട് ഇറച്ചി ഒന്നും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ആൾക്ക് ബീഫൊന്നും ഇഷ്ടമല്ല. നന്നായി കഴിക്കുന്ന ആൾ ഇതാ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ്. ഉറങ്ങി നീച്ചിട്ട് ഇറച്ചിയൊക്കെ ഒന്ന് നന്നാക്കി തരുന്നുണ്ട്. അത് നിറച്ച എല്ലാം കേട്ടോ കൂടുതൽ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഇറച്ചിയോട് വലിയ താല്പര്യമൊന്നുമില്ല. ചാറ് കൂട്ടിട്ടോ ഞാൻ, ഭക്ഷണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതും ഒരു നേരಕ್ಕೆ നിൽക്കും പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. മക്കളൊക്കെ ട്യൂഷന് പോയിക്കട്ടെ രണ്ടാളും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.